ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. മീഡിയ ടൈമിലേക്ക് സ്വാഗതം. ഹലോ 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 ഹലോ, മീഡിയ ടൈമിലേക്ക് സ്വാഗതം. ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാ. മാഡം പേര് പറയൂ. മാജിദ കൊല്ലത്തു നിന്നാണ്. ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടർ ചോദിച്ചോളൂ മാഡം. ഡോക്ടർ പറഞ്ഞോളൂ. ഡോക്ടർ, ഞാന് ഒരു വർഷമായിട്ട് ഹലോ പറയൂ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ഡോക്ടർ ഒരു വർഷമായിട്ട് ഷുഗറിന് ജെൽറ എന്ന ഗുളിക കഴിക്കുന്നുണ്ട്. ഇല്ല, ആ ഗുളികയുടെ പേര് ഒന്നുകൂടി പറയൂ. ജെൽറ എം. ഓക്കെ, ജെൽറ. ഓക്കെ, പറഞ്ഞോളൂ. ജെൽറ എം. ആ ഗുളിക കഴിക്കുന്നത് പിന്നെ സ്ഥിരം കഴിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാനാ. ഓക്കെ, എത്ര മാഡത്തിന്റെ വയസ്സ് എത്രയുണ്ട്? എനിക്ക് 39 വയസ്സ്. അപ്പം ഒരു വർഷമായിട്ടുണ്ട്. ഷുഗർ ഫാസ്റ്റിങ്ങിന്റെ 100, 135, 150 ഒക്കെ നിൽക്കുക. അതിന് താഴോട്ടും മേളിലോട്ടും പോകുന്നില്ല. ഓക്കെ, ഇത് പ്രമേഹ രോഗം കണ്ടുപിടിച്ചത് എങ്ങനെയാണിത്? കണ്ടുപിടിച്ചത് എനിക്ക് പിന്നെ യൂട്രസ് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് മെഡിസിൻ കഴിച്ചു. അതിന് പിന്നെ റിമൂവ് ചെയ്ത സമയത്ത് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, മാതാപിതാക്കൾക്ക് പ്രമേഹ രോഗം ഉള്ള ആരെങ്കിലും ആണോ? ഇല്ല, കുടുംബത്തിൽ ആർക്കും ഇല്ല. താങ്കൾക്ക് എങ്ങനെ ശരീരപ്രകൃതി വണ്ണ കൂടുതലുള്ള പ്രകൃതമാണോ അതോ തീരെ മെലിഞ്ഞിട്ടാണോ? ഇടയ്ക്ക് വെച്ച് നല്ല വെയിറ്റ് ആയിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് വെയിറ്റ് കുറഞ്ഞതായിട്ടാ തോന്നുന്നത്. ഓക്കെ, അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ താങ്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഒരു വർഷമായി 39 വയസ്സുള്ള താങ്കൾക്ക് ഒരു വർഷമായിട്ട് പ്രമേഹ രോഗമുണ്ട്. ജാൽഡ്ര എം എന്ന് പറയുന്ന ഗുളിക, അത് എത്ര നേരം കഴിക്കുന്നുണ്ട് അതൊന്നുകൂടി പറയാം. അത് ഉച്ചയ്ക്ക് മാത്രം ഒരെണ്ണം. ഓക്കെ, ജാൽഡ്ര. എനിക്ക് ആ ചെറിയൊരു പ്രഷർ ഉണ്ട്. പ്രഷറിന് ടോളോ എന്ന് പറഞ്ഞൊരു ഗുളിക, അത് രാവിലെ, അത് എപ്പോഴും കഴിക്കത്തില്ല. ഇടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്ന സമയത്താണ് കഴിക്കുന്നത്. പിന്നെ കൊളസ്ട്രോൾ ഒത്തിരി ഉണ്ട്. ഓക്കെ, പ്രഷറിന് ടോളോളാണ് കഴിക്കുന്നത് അല്ലേ? ടോളോള്. ഈ അസ്വസ്ഥത ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ അസ്വസ്ഥത എന്ത് അസ്വസ്ഥത കാണുമ്പോഴാണ് ആ മരുന്ന് കഴിക്കുന്നത്? എനിക്ക് ഈ തലയ്ക്ക് പെരുപ്പോ കാലും കഴിച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത്, ഒരു പെരുപ്പ് പോലെ തോന്നുന്ന സമയത്ത് ടോളോള് കഴിക്കുന്നത്. അത് രാവിലെ ഒരെണ്ണം കഴിക്കും. അത് എപ്പോഴും കഴിക്കുന്ന ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്, ഇനി അതിൻ്റെതാണോ ഈ ഷുഗർ കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന്. അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. 39 വയസ്സായ താങ്കൾക്ക് ഒരു വർഷമായി പ്രമേഹ രോഗം പിടിപെട്ടു. അത് ജാൽഡ്ര എം ഉച്ചയ്ക്ക് കഴിക്കുന്നു. BP-യുടെ പ്രശ്നമുണ്ട്. അതിന് ടോളോൾ അത് സ്ഥിരമായിട്ട് കഴിക്കാറില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് കഴിക്കുന്നത്. കൊളസ്ട്രോളിന് പ്രശ്നമുണ്ട്. അതിന് മരുന്ന് കഴിക്കുന്നില്ല അല്ലേ? കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നില്ല. കഴിക്കുന്നു. കൊളസ്ട്രോളിന് മരുന്ന് പിന്നെ കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട, താങ്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജാൽഡ്ര എം എന്ന് പറയുന്നത് വിൽഡാഗ്ലിപ്റ്റിനും മെറ്റ്ഫോമിനും ചേർന്നുള്ള ഒരു മരുന്നാണ്, ഔഷധമാണ് ജാൽഡ്ര എം. അപ്പോൾ അത് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഔഷധങ്ങളിൽ ഏറ്റവും നല്ല ഗണത്തിൽ പെടുത്താവുന്ന ഔഷധങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ വിൽഡാഗ്ലിപ്റ്റിനും മെറ്റ്ഫോമിനും. അതിനകത്ത് മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഗുളിക ഏറ്റവും നല്ല, ഞാൻ ഒരുപാട് ചർച്ചകളിൽ പറയുന്നത്, ആദ്യം നമുക്ക് പ്രമേഹം കണ്ടുപിടിച്ച ഉടനെ ആദ്യം നമുക്ക് കഴിക്കേണ്ട മരുന്ന് മെറ്റ്ഫോമിനാണ്. കാരണം അത് ഷുഗർ കുറയ്ക്കുക മാത്രമല്ല, അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ശരീരത്തിൽ ഒരുപാട്, ഈവൻ കാർഡിയക് പ്രൊട്ടക്ഷൻ പോലും നമുക്ക് അവകാശപ്പെടാൻ സാധ്യതയുള്ള പ്രമേഹ രോഗത്തിന് കഴിക്കാവുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ആ മരുന്ന് നമുക്ക് സാധാരണഗതിയിൽ 1500 മില്ലിഗ്രാമിനും നമുക്ക് കഴിക്കേണ്ടതാണ്. 1000 അല്ലെങ്കിൽ മിനിമം 1500 മില്ലിഗ്രാം എങ്കിലും നമുക്ക് കഴിക്കേണ്ടതാണ്. അപ്പം താങ്കളെ സംബന്ധിച്ച് ജാൽഡ്ര എം ഒരു നേരം കഴിക്കുമ്പോൾ അതിനകത്ത് 500 മില്ലിഗ്രാം മെറ്റ്ഫോമിൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ താങ്കളുടെ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് മെറ്റ്ഫോമിൻ്റെ ഡോസ് കൂട്ടണോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. കാരണം ഫാസ്റ്റിംഗ് ഷുഗർ പലപ്പോഴും 140, 150 നിൽക്കുന്നത് കൊണ്ട് തന്നെ രാത്രി ആഹാരത്തിന് ശേഷം ഒരു മെറ്റ്ഫോമിൻ ഗുളിക കൂടി കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അത് പക്ഷേ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രം മതി. പിന്നെ കൂടെ കഴിക്കുന്ന വിൽഡാഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന ഗുളിക നല്ല വിഭാഗത്തിൽപ്പെടുന്ന DPP-4 ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ വിഭാഗത്തിൽപ്പെടുന്ന നല്ലൊരു മരുന്നാണ്. അതിൻ്റെ ആകെ ഒരു പ്രശ്നം, അതിന് വില കുറച്ച് കൂടുതലാണ് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു മരുന്നായിട്ട് നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റിയൊരു മരുന്നാണ്. ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത്, താങ്കളുടെ സംശയം അതല്ലെങ്കിൽ കൂടിയും താങ്കൾ ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന ടോളോൾ, അതിൻ്റെ 2 കാര്യങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. ഈ നമുക്ക് BP-ക്ക് ഒരുപാട് മരുന്നുകൾ, ഔഷധങ്ങൾ ഇന്ന് അവൈലബിളാണ്. പക്ഷേ ഒരു പ്രമേഹ രോഗി ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ചില കാര്യങ്ങളെ കൂടി ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പ്രത്യേകിച്ച് താങ്കൾക്ക് 40 വയസ്സിൽ താഴെയുള്ള ആളാണ്, പ്രമേഹ രോഗിയാണ്. അത്തരക്കാർക്ക് ഈ ടോളോൾ എന്ന് പറയുന്നത് മെറ്റോപ്രലോൾ എന്ന കെമിക്കൽ ഒരു നാമത്തിലുള്ളൊരു മരുന്നാണ്. അത് ബീറ്റ ബ്ലോക്കർ വിഭാഗത്തിൽ പെടുന്നൊരു മരുന്നാണ്. ആ മരുന്നായിരിക്കില്ല ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞ് ഈ മരുന്നിന് പ്രശ്നമുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ മരുന്ന് തരുന്നതിൽ ഈ മരുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിക്കുന്ന മരുന്നാണ്. പക്ഷേ എന്നാൽ പോലും
40 വയസ്സിന് താഴെയും പ്രമേഹ രോഗം ഉള്ള സ്ഥിതിക്ക് താങ്കൾക്ക് കഴിക്കേണ്ട മരുന്ന് ഏറ്റവും അനുയോജ്യം ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ താങ്കൾക്ക് ഡോക്ടർ തന്നത് ചിലപ്പോൾ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടാവും. അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്ന പരിശോധന അടുത്ത് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഒരു ടെസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അല്ല, അത് ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് മൈക്രോ ആൽബുമിനൂറിയ എന്ന പരിശോധന കൂടി ചെയ്യാം. എന്നിട്ട് ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന AC ഇൻഹിബിറ്റർ എന്നോ ARB, ഞാൻ കെമിക്കൽ നാമത്തിലാണ് പറയുന്നത്, അത്തരം മരുന്നിലോട്ട് പോവാം. ഞാൻ പക്ഷേ പറയാൻ ഉദ്ദേശിച്ച പ്രശ്നം അതല്ല. താങ്കൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബീറ്റാ ബ്ലോക്കർ വിഭാഗത്തിൽപ്പെടുന്ന ഈ മെറ്റോപ്രലോൾ അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റിയ മരുന്ന് ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയ മരുന്നല്ല. താങ്കൾ ഈ കഴിക്കാതിരിക്കുന്നതിനേക്കാളും താങ്കൾക്ക് പ്രശ്നമുണ്ടാക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ പോകരുത്. വല്ലപ്പോഴും കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പനിയോ ജലദോഷമോ വരുമ്പോൾ നമ്മളൊരു പാരസ്റ്റമോളോ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ ചിലർ പറയാറുണ്ട് ഒരു അവിൽ കഴിക്കാറുണ്ട്, അതുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല. അത് കഴിക്കാതിരിക്കുന്നതിനേക്കാളും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുക. ഒന്നുകിൽ കഴിക്കണ്ട എന്ന് വെക്കുക, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ പോവുക. അത് ഓരോ പേഷ്യൻ്റ് ഓരോ രീതി ഉണ്ടല്ലോ. അല്ലെങ്കിൽ കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ദിവസവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ ദിവസവും പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് കഴിക്കുക. ഈ ടോളോർ എന്ന് അല്ലെങ്കിൽ മെറ്റോപ്രലോൾ എന്ന് വരുന്ന വളരെ നല്ലൊരു മരുന്നാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ്, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രമേഹമുണ്ട്, രക്തസമ്മർദ്ദം ഉള്ള സ്ഥിതിക്ക്, കൊളസ്ട്രോൾ കൂടുതലാണെന്ന് താങ്കൾ തന്നെ പറയുന്ന സ്ഥിതിക്ക് എല്ലാവരും കഴിക്കുന്ന ഒരു മരുന്നുണ്ട്, യാതൊരുവിധ സൈഡ് എഫക്റ്റോ വേറെ മറ്റ് പാർശ്വഫലങ്ങളും ഇല്ലാത്ത സ്റ്റാറ്റിൻ എന്ന പേരിൽ കിട്ടുന്ന ഒരു മരുന്നുണ്ട്. അത് കഴിക്കണോ വേണ്ടോ എന്ന് ഡോക്ടറോട് ചർച്ച ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കാം, താങ്കളത് കഴിച്ച് തുടങ്ങാത്തതായിരിക്കാം. അതും കൂടി കഴിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ 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 മാഡം. ഓക്കെ, വളരെ ദീർഘമായിട്ട് മറ്റു പലർക്കും അത് പ്രയോജനപ്പെടും. മറ്റു പലർക്കും സംശയത്തിലില്ലാത്തൊരു കാര്യം കൂടി ഞാൻ അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തത്. പല രോഗികളും എനിക്കറിയാം, നമുക്ക് പല രോഗികളും അവർ സ്വയം അവർക്കിപ്പം ഡോക്ടർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കൊടുക്കുകയാണെങ്കിൽ ചില രോഗികളുണ്ട് അവർ രാവിലെ മാത്രമേ കഴിക്കൂ, അല്ലെങ്കിൽ ചിലരുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കഴിക്കൂ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ കഴിക്കാം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുക എളുപ്പമാണല്ലോ. ഈ വർഷങ്ങളോളം പഠിച്ചിട്ടിറങ്ങുന്ന നമുക്ക് പോലും അറിഞ്ഞുകൂടാ നമുക്ക് ഏതൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ കഴിക്കുന്നത്. പക്ഷേ അതിനേക്കാളും നമ്മൾ ഈ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരി പല രോഗികളും ഡോക്ടേഴ്സിനേക്കാളും കൂടുതൽ ഡോക്ടർമാരാവാൻ ശ്രമിക്കാറ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളിൽ ചില മരുന്നുകൾ, ചില ഔഷധങ്ങളിലെല്ലാം വലിയ പ്രശ്നം വരുന്നില്ല എങ്കിൽ കൂടിയും ചില ഔഷധങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകും. കാരണം ദിവസവും കഴിക്കേണ്ട ഈ ബീറ്റാ ബ്ലോക്കർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്ന് നമുക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു മരുന്ന്, ഹാർട്ട് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് പ്രയോജനം. ഓക്കെ, പ്രശ്നം.